CPM-ന്റെയും UDF-ന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന് സാധ്യതകൾ അടഞ്ഞതോടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒറ്റക്കക്ഷിയായി BJP ഭരിക്കും. നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് BJPയുടെ അഡ്വക്കേറ്റ് PL ബാബുവും വൈസ് ചെയർപേഴ്സണായി രാധിക വർമ്മയും മത്സരിക്കും. വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിലും CPM ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, യാഥാർത്ഥ്യം ഇതാണ്, CPM-ഉം കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും വില പോയില്ല, ഫലവത്തായില്ല. BJP ഭരിക്കും തൃപ്പൂണിത്തുറ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലുള്ള ഒരു ഇന്ത്യ സഖ്യത്തിന് തൃപ്പൂണിത്തുറയിലും ഒരു ശ്രമം നടത്തിയിരുന്നു ഇടത് വലത് മുന്നണികൾ എന്നുള്ളതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സമയത്ത് പരസ്പരം ഒന്നിക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല, അത് ഏറെ ദോഷം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെയും അതുപോലെ തന്നെ പ്രാദേശിക വികാരത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു സഖ്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇപ്പോൾ താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നതാണ്. പക്ഷേ ചരടുവലികൾ ഏത് നിമിഷവും ഉണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തൽ നമുക്കെപ്പോഴും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയിലെ കക്ഷിനില എന്ന് പറയുന്നത് 21 സീറ്റുകൾ, 21 ഡിവിഷനുകൾ NDA-ക്കും അതുപോലെ തന്നെ 20 ഡിവിഷനുകൾ CPM-നും 12 ഡിവിഷനുകൾ ഇത്തരത്തിൽ UDF-നുമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം NDA-ക്കുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും NDA-ആണ്. അതുകൊണ്ട് തന്നെ ജനഹിതമനുസരിച്ച് ഭരിക്കാൻ തങ്ങൾക്ക് പ്രാപ്തരാണ് എന്ന് BJP വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ചെയർമാൻ സ്ഥാനത്തിലേക്ക് മത്സരം ആരംഭിക്കുന്നത്. 10:30 മത്സരം നടക്കും, തെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ അഡ്വക്കേറ്റ് PL ബാബുവാണ് NDA-യുടെ ചെയർമാൻ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ അഖിൽ ദാസ് LDF-ന് വേണ്ടിയും CA ഷാജി UDF-ന് വേണ്ടിയും മത്സര രംഗത്തുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് രാധിക വർമ്മയാണ് NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ബിന്ദു ശൈലേന്ദ്രനും LDF-ൻ്റെയും ശ്രീലത മധുസൂദനും UDF-ൻ്റെയും സ്ഥാനാർത്ഥികളായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ചെറിയ ഒരു നെക്ക് ആൻഡ് നെക്ക് ആയിട്ടുള്ള ഒരു പോരാട്ടമായതിനാൽ ഓരോ വോട്ടും ഓരോ കൗൺസിലർമാരുടെ വോട്ടും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ വോട്ടുകൾ അസാധുവായാൽ പോലും തകിടം മറിഞ്ഞേക്കാവുന്ന തരത്തിലുള്ള വിധിയിലേക്ക് എത്തും. അത്തരത്തിലുള്ളൊരു നിർണായകമായിട്ടുള്ളൊരു സാഹചര്യമാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ കൗൺസിലർമാരുമായി എല്ലാം കൂടിക്കാഴ്ച നടത്തിയതായി ഓരോ സ്ഥാനാർത്ഥികളും വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ വോട്ടുകൾ പരമാവധി അതാത് പക്ഷത്ത് തന്നെ വീഴാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. BJP ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള സഖ്യമുണ്ടെങ്കിൽ പോലും ജനഹിതത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ വോട്ടെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. BJP വ്യക്തമായിട്ടുള്ള നിലവിൽ ലഭ്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉള്ളതിനാൽ തന്നെ BJP ഇത്തവണ ഭരണം പിടിക്കും. ഭരണസമിതി BJP നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സുരേഷ്, ശരി. തൃപ്പൂണിത്തുറ കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.